നഗരസഭയിലെ 10 മത്സ്യത്തൊഴിലാളികൾക്ക് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു വള്ളവും വലയും കൈമാറി. ജനകീയാസൂത്രണ പദ്ധതിക്ക് കീഴിൽ 3 ലക്ഷം രൂപ ചിലവിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. പിറവം നഗരസഭ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് അനുവദിച്ച വള്ളവും വലയും 10 പാരമ്പര്യ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കാണ് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു കൈമാറിയത്. അതോടൊപ്പം തന്നെ വള്ളവും വലയുമാണ് മറ്റൊരു പദ്ധതി. നമ്മുടെ നഗരസഭയെ മൂവാറ്റുപുഴയാർ ഭാഗിക്കാണ്. 2 കരകളിൽ മത്സ്യബന്ധനം ഉപജീവനമായി നടക്കുന്ന നിരവധി ആളുകളുണ്ട്. അപ്പോൾ ഇത് വള്ളവും വലയും കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്കത് ഉപകരിക്കും. ഏകദേശം 10ഓളം വള്ളമാണ് ഈ പ്രാവശ്യത്തെ പദ്ധതിയിൽപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 2025-26 വർഷത്തിലും ഇത് തുടർന്ന് കൊണ്ടുപോകും. ഏറെ സന്തോഷത്തോടു കൂടി ഇത് അവർ ഉപയോഗിക്കട്ടെ എന്നീ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ ഒരു ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ജനകീയാസൂത്രണ പദ്ധതിയുടെ കീഴിൽ 3 ലക്ഷം രൂപ ചിലവിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. നഗരസഭാംഗണത്തിൽ നടന്ന ചടങ്ങിൽ വൈസ് ചെയർമാൻ KP സലീം അധ്യക്ഷനായി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഉപജീവന മാർഗമായി വള്ളവും വലയും അവർക്ക് വേണ്ടി കൊടുക്കാൻ തീരുമാനിച്ചത്. 3 ലക്ഷം രൂപയാണ് ഈ പദ്ധതികൾക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ പദ്ധതിക്ക് 3 ലക്ഷം രൂപയാണ് നമ്മളിത് മാറ്റിവെച്ചിട്ടുള്ളത്. 25-26ലും ഇതുപോലെ തന്നെ നമ്മൾ ഇതിനു വേണ്ടിയുള്ള തുക മാറ്റിവെച്ചിട്ടുണ്ട്. ഏകദേശം വിവിധങ്ങളായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ സഭ തന്നെ വിളിച്ചുകൂട്ടി അവരുടെ ഡിമാൻഡ് അനുസരിച്ച് ആവശ്യം അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാ വർഷവും പദ്ധതി ആവിഷ്കരിച്ച് പോകുന്നത്. അപ്പൊ ഇതേതൊക്കെയാലും അവരുടെ ഉപജീവനത്തിന് ഉതകും എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് നമ്മുടെ അറിവ്. അടുത്ത പ്രാവശ്യമാണെങ്കിൽ വള്ളം സ്വന്തമായിട്ടുണ്ട്, വലയില്ല എന്നുള്ളവരെയും കൂടെ പരിഗണിച്ചാണ് നമ്മൾ 25-26 പദ്ധതി കൂടെ ആവിഷ്കരിക്കുന്നത് എന്നതും കൂടി നിങ്ങൾ ഈ സന്ദർഭത്തിൽ അറിയിക്കുക കൂടി ചെയ്യുകയാണ്. സ്ഥിരം സമിതി അധ്യക്ഷരായ ജൂബി പൌലോസ്, ജിൽസ് പെരിയപുറം, കൌൺസിലർമാരായ ഡോക്ടർ അജേഷ് മനോഹർ, ഏലിയാമ ഫിലിപ്പ്, ജോജിമോൻ ചാരുപ്ലാവിൽ, രമ വിജയൻ, ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരായ K വിഷ്ണു, PS ശ്രുതിമോൾ, നഗരസഭാ സെക്രട്ടറി പ്രകാശ് കുമാർ V, സൂപ്രണ്ട് P സുലഭ, സോമൻ വലയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഈ വള്ളവും വലയും ഒക്കെ കൊടുക്കുന്ന പദ്ധതി വെച്ചതിന് ശേഷം വള്ളം നിർമ്മിച്ചു നൽകാൻ വേണ്ടി അതിന് കൊട്ടേഷൻ കൊടുത്ത ആളുകൾ തയ്യാറായില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. എന്നാൽ ചെയർമാനും വൈസ് ചെയർമാനും ബിസിനസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി ചെല്ലാനത്ത് പോയി അവരെ നേരിൽ കണ്ട് നിർബന്ധമായും വള്ളം കിട്ടണം എന്ന് ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ വള്ളമൊക്കെ ലഭ്യമായത്. ഇത് ആളുകൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ അറിയില്ലായിരിക്കാം, പക്ഷെ വേണമെങ്കിൽ ഇത് ലഭ്യമാകാതെ പോകുന്ന സ്ഥിതി ഉണ്ടാകുമായിരുന്നു. പക്ഷെ പദ്ധതിയിൽ വെച്ചാൽ മാത്രം പോരാ, അത് പൂർത്തീകരിക്കാനും കൊടുക്കാനുമുള്ളതാണെന്നുള്ള ഇച്ഛാശക്തിയുടെ ഭാഗമായി തന്നെയാണ് ഈ ഭരണസമിതിക്ക് നേതൃത്വം കൊടുത്ത ഇവർ ഇത് മുൻകൈ എടുത്ത് ചെയ്തത്. എനിക്ക് തോന്നുന്നത് മത്സ്യത്തൊഴിലാളികളായ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പദ്ധതി വെച്ച ഒരു സമയമാണ് ഈ സമയം, ഭരണസമിതി സമയത്ത്. അത് ഒട്ടനവധി പദ്ധതികളുണ്ട്. അത് വ്യത്യസ്തങ്ങളായി അവർക്ക് അർഹതപ്പെട്ട ആളുകൾക്ക് കിട്ടണമെന്ന് ലഭ്യമാക്കണം എന്നുള്ളൊരു ഭാഗമായി വെച്ചിട്ടുണ്ട്. മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് ഏകദേശം 400-ലധികം കുടുംബങ്ങൾ അധിവസിക്കുന്ന ഒരു മേഖലയിൽ, എന്നാൽ അവർക്ക് വേണ്ട രീതിയിലുള്ള പദ്ധതികൾ വികേന്ദ്രീകരിച്ച് നൽകുന്നതിൽ വളരെ നല്ല രീതിയിൽ ശുഷ്കാന്തി കാണിച്ചുകൊണ്ട് ഈ ഭരണസമിതി മുന്നോട്ട് വരികയും ഫിഷറീസ് വകുപ്പിന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങൾ ആ പദ്ധതിക്ക് നേതൃത്വം നൽകിക്കൊണ്ട് നടപ്പിലാക്കുകയും ചെയ്തു. ഏകദേശം 3 ലക്ഷം രൂപ വില വരുന്ന ഒരു ബൃഹത്തായ ഒരു പദ്ധതിയാണ്. 10 പേർക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളവും വലയും കൊടുക്കും. നമുക്കറിയാം, കേരള നഗരസഭയുടെ 2024-25 വർഷത്തെ പദ്ധതികൾപ്പെടുത്തിയിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളവും വലയും നൽകുന്ന പദ്ധതിയാണ് നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം, നമ്മുടെ നഗരസഭയിൽ മത്സ്യമേഖലയിൽ ജീവിക്കുന്ന ഉപജീവനം നടത്തുന്ന ഒട്ടനവധി ആളുകളുണ്ടെങ്കിലും അവർ രജിസ്റ്റേർഡ് മത്സ്യത്തൊഴിലാളികൾ അല്ലാതിരിക്കുന്നതാണ് പലപ്പോഴും ആനുകൂല്യങ്ങൾക്ക് തടസ്സമായിട്ട് അവർ നിൽക്കുന്നത്. നമ്മളിവിടെ കൊടുക്കുന്ന വള്ളവും വലയും എല്ലാം രജിസ്റ്റേർഡ് ആയിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്കാണ് നമ്മൾ നൽകുന്നത്. ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.